ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഏതാണ്ട് 1,00,000 കോടി, 1,1,4 കോടിയുടെ കടമുണ്ടായിരുന്നു. ഇപ്പൊ അത് 5,00,000 കോടിയുടേതായിട്ട് വർദ്ധിച്ചിരിക്കും. എത്രയാണ്? ഏതാണ്ട് 230% വർദ്ധിച്ചിരിക്കുകയാണ്. കടം വർദ്ധിച്ചിരിക്കുന്നത് 10 വർഷം കൊണ്ട്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാനം കൊടുക്കാൻ തയ്യാറാണ് സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ. 60% കേന്ദ്രത്തിന്റെയും 40% സംസ്ഥാനത്തിന്റെ ആയിട്ട്. അത് കേരളം ഉപയോഗിക്കുന്നതില്ല. കേരളം അങ്ങനെയുള്ള പദ്ധതികൾ അത് മറ്റ് സംസ്ഥാനങ്ങൾ വളരെ ശക്തമായിട്ട് ഇടപെടുകയും അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കടം വർദ്ധിപ്പിച്ചിട്ട് കടം മതി, ഞങ്ങൾക്ക് കടം മതി, കേന്ദ്രത്തിലെ സൗജന്യമായിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുന്ന ഗ്രാന്റ് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഇവിടുത്തെ സർക്കാരിനാണ്. ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? കേരളം പോലെയുള്ള സംസ്ഥാനത്തിന് നമുക്കറിയാമല്ലോ, നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് റെമിറ്റൻസ് ആണ്, വിദേശത്ത് നിന്ന് വരുന്ന പണമാണ്. പിന്നെയുള്ളത് മദ്യത്തിൻ്റെതാണ്, പിന്നെ ലോട്ടറിയാണ്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വരുമാനം എവിടെ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കടം കൂട്ടിയാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം കൂടുതലായിട്ട് തമിഴ്നാടും കർണാടകയും ഉപയോഗിക്കും. രണ്ടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. അവിടെ ഇതുപോലെ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട്. അവരെതിർക്കുന്നുണ്ട്, കേന്ദ്രത്തെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഫണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഫണ്ട് ഉപയോഗിക്കുന്നില്ല കേരളത്തിൽ എന്നുള്ളത് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്.